ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രഷറി വകുപ്പിലും ഗ്രാമപഞ്ചായത്തിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. അടിസ്ഥാന യോഗ്യത വരുന്നത് 7ാം ക്ലാസ് ആണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ട്രഷറി വകുപ്പിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. സീനിയർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കോൺട്രാക്ട് ബേസിലുള്ള നിയമനമാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള CS അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ECയിലുള്ള BE അല്ലെങ്കിൽ BTech ആണ്. അല്ലെങ്കിൽ CS അല്ലെങ്കിൽ ITയിലുള്ള MTech ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. അതുപോലെ തന്നെ റെഡ് ഹാറ്റ് എൻ്റർപ്രൈസ് ലിനക്സ് സർട്ടിഫിക്കേഷനും ഉണ്ടായിരിക്കണം. മന്ത്ലി റെമ്യൂണറേഷൻ 75,000 രൂപയാണ് ലഭിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. career.treasury@kerala.gov.in എന്ന ഇമെയിൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി cco.tsry@kerala.gov.in എന്ന ഇമെയിലിലേക്കും അയക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 25/1/2025 വരെയാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് കോട്ടയം ജില്ലയിൽ തലനാട് ഗ്രാമപഞ്ചായത്തിൽ ഔദ്യോഗിക വാഹനം ഓടിക്കുന്നതിനും ആവശ്യ സമയങ്ങളിൽ ഹരിതകർമ്മ സേന വാഹനത്തിനും ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് ഡ്രൈവറെ ആവശ്യമുണ്ട്. പ്രായപരിധി 18 മുതൽ 41 വയസ്സ് വരെയാണ്. യോഗ്യത വരുന്നത് 7ാം ക്ലാസ്സും LV ഡ്രൈവിംഗ് ലൈസൻസും സമാന മേഖലയിലുള്ള 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. തലനാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ജനുവരി 22 വൈകിട്ട് 5 മണി വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് തലനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. അടുത്തത് കോട്ടയം ജില്ലയിൽ തന്നെ പാമ്പാടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വകുപ്പിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നുണ്ട്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റും ബയോഡേറ്റയും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ID കാർഡ് എന്നിവ സഹിതം ജനുവരി 17 രാവിലെ 10:30 കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ 2 സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ് മാനേജർ, റിസപ്ഷനിസ്റ്റ്, മാർക്കറ്റിംഗ് ബോയ്, ബില്ലിംഗ് സ്റ്റാഫ്, റൂം ബോയ്, ഡെലിവറി ബോയ് എന്നീ ഒഴിവുകൾ നികത്തുന്നതിനായി ജനുവരി 16 രാവിലെ 10 മണിക്ക് പാലക്കാട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ അഭിമുഖം നടക്കുന്നുണ്ട്. +2 ഡിഗ്രി, MBA, MCA, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഡിപ്ലോമ യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 250 രൂപയും സഹിതം പാലക്കാട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ്. മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ റെസിപ്റ്റ്, ബയോഡേറ്റ കോപ്പി എന്നിവ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനിയിൽ 1 മെഗാവാട്ട് പാലക്കുഴി മിനി ജലവൈദ്യുത പദ്ധതിയിലേക്ക് 179 ദിവസത്തെ കരാർ അടിസ്ഥാനത്തിൽ സിവിൽ എഞ്ചിനീയറെ നിയമിക്കുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ വൈദ്യുത പദ്ധതികളുടെ സിവിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 40 വയസ്സ് കവിയരുത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 5ഉം OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെ ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ്. ജനുവരി 17 രാവിലെ 11 മണി മുതലാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.